വയനാടെന്നമ്മാൻ മഹാമാന്ത്രികനാ. എല്ലാവർക്കും ഭയ അദ്ദേഹത്തിന്. ഈ വയനാട് തമ്പാന് ഒരു കുറിച്ചേത്തിപ്പെണ്ണിലുണ്ടായതാ ഈ ഒറ്റമൊലച്ചി. വീട്ടുവേലയ്ക്ക് വന്ന കുറിച്ചേത്തിപ്പെണ്ണില് തമ്പാന് നല്ല ഭ്രമുണ്ടായിരുന്നു. അങ്ങനെ ആ അവിഹിതത്തിൽ ഉണ്ടായതാണ് ഈ ഒറ്റമൊലച്ചി. പ്രസവിച്ചപ്പോഴേ ഒരു മുലയുള്ളൂ. എന്നെ കാണാനോ അതിഭംഗി, ആരും മോഹിക്കണ സൗന്ദര്യ. ഭയം തോന്നുന്നുണ്ടോ കുറേശ്ശെ? അവളുടെ സൗന്ദര്യം കണ്ട് ഭ്രമിച്ചിട്ട് ഈ നാട്ടുകാര് പലരും സമീപിച്ചു അവളെ. അവള് വഴങ്ങിയില്ല. അവസാനം 3-4 ചെറുപ്പക്കാർ ബലപ്രയോഗത്തിലൂടെ അവളെ കീഴ്പ്പെടുത്തി. അതെ, മാന്ത്രികം പഠിച്ച പെണ്ണാള് പ്രതികാരം ചെയ്യാൻ തുടങ്ങി. അവൾക്കേ വെളിപ്പുറത്താ ഉപാസനമൂർത്തി. അന്ന് തൊട്ട് തുടങ്ങി വയനാടൻ തമ്പാനെ മരിച്ചു പോയിരുന്നു. ഇല്ലെങ്കില് അവളെ തൊടാൻ ഒരുത്തനും ധൈര്യം വെക്കില്ല, ധൈര്യം ഉണ്ടാവില്ല. തമ്പാനെ അത്ര പേടിയാലോ അവൾക്ക്. അവൾക്ക് നേരിട്ടതൊരു രോഗം അവള് തന്നെ പ്രതികാരത്തിലൂടെ തീർത്തു എന്ന് പറയണതാ ശരി. രാത്രി അവളുടെ സൗന്ദര്യം വെച്ച് വീടുകളിൽ ചെന്ന് ജനലിലൂടെ ചെറുപ്പക്കാരെ ഉണർത്തി കൂട്ടിക്കൊണ്ടുപോകും. എന്നിട്ട് അവരുടെ ചോര വാറ്റി കുടിച്ച് അവരെ കൊല്ലും. ചത്തു കഴിഞ്ഞാൽ ആ ചത്തവന്റെ കുടുംബത്തിന് വലിയ ഐശ്വര്യം വന്നു ചേരുന്ന പറഞ്ഞു കേൾക്കണ. അത് ഇവൾ ഉപാസിക്കണ ദേവിയുടെ ഒരു അനുഗ്രഹം അത്രേ. എന്തായാലും ഇവളുടെ ശല്യം കാരണം കുറേ ചെറുപ്പക്കാർ ചത്തൊടുങ്ങിന്ന് പറഞ്ഞാൽ മതിയല്ലോ. രാത്രി ആവരുതേന്ന് വയനാട്ടുകാർ ഒരു കാലത്ത് പ്രാർത്ഥിച്ചിരുന്നത്. രാത്രിയായ അവള് വരും.